ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിജയ് ബാബു സാർ അവരുടെ വീട്ടിലെത്താണ് കേട്ടോ. അതിനേറ്റം തന്നെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? സാർ ഒട്ടും വരുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സാറിൻ്റെ സിനിമയൊക്കെ ഞങ്ങൾ കാണാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ടാണോ ഞങ്ങൾക്കൊരു സർപ്രൈസ് തന്നാണോ എന്നൊക്കെ പറയുന്നു. ആ സമയം രാഹുലിൻ്റെ കാര്യം കുറച്ച് സമയത്തേക്ക് അവർ മറക്കുക കേട്ടോ. ആ സമയത്ത് അഞ്ച് വരുന്നുണ്ട് കേട്ടോ. സാറിന് കണ്ട സന്തോഷമായി. എൻ്റെ ഹസ്ബൻഡ് രാഹുലിനെ കാണാനില്ല, അവൻ ആരോ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു, എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അത് കാണണ്ടേ? സാർ എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ ഹസ്ബൻഡിനെ കാണാനില്ല, അപ്പോഴത്തേനും സാറിൻ്റെ സർപ്രൈസ് ഒന്നും എനിക്ക് കാണേണ്ട, അതുകൊണ്ട് ദേഷ്യപ്പെട്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അവിടേക്ക് ഒരു സർപ്രൈസായിട്ട് രാഹുലിനെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അയ്യോ, നിങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞല്ലോ സാർ, രാഹുലിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ച് എത്ര വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിയരികിൽ തന്നെ രാഹുലിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഉടനെ തന്നെ ഇനി ഗുണ്ടകൾ വന്ന് ആക്രമിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെ ഞാൻ കാറിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് പറയുന്നു കേട്ടോ. എന്തായാലും അഞ്ജുവിന് ഇതൊരു സർപ്രൈസ് ആയിരിക്കും. ആ കുട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ കുട്ടിയെ പോയി എങ്ങോട്ട് വിളിച്ചുകൊണ്ട് വായോ എന്ന് പറയുന്നു. പെട്ടെന്ന് പോവും. സാർ വരുന്നില്ലേ? എന്തായാലും ഇതുവരെ ആരും വിളിക്കാതെയല്ലേ ഞാൻ വന്നത്, ഇനി ഞാൻ അങ്ങോട്ടും വന്നോളാം, താൻ പോയി അവളെ സമാധാനിപ്പിക്കുമെന്ന് പറയുന്നു. രാഹുൽ, നിന്നെ കാണാതെ ഒരുപാട് സങ്കടപ്പെട്ടു, ഞാൻ എന്ത് പറ്റി നിനക്ക്? സാറിനോട് പോലും ഞാൻ ദേഷ്യപ്പെട്ടു, തനിക്ക് വേണ്ടി എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. താനില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. ഇത് കാണുന്ന അവിടെ വർഷയും അതുപോലെ തന്നെ അബിയും സന്തോഷം കൊണ്ട് നിൽക്കുന്നുണ്ട്. അബിയാണി വിഷമിക്കുന്നുണ്ട് കേട്ടോ. എന്താ അബി, ഇവരുടെ സ്നേഹം കണ്ടിട്ട് നമുക്ക് കണ്ണു നിറയുന്നു അല്ലേ? അത് മാത്രമല്ലടോ, നമ്മളെ കെട്ടിപ്പിടിക്കാനൊന്നും ആരുമില്ലല്ലോ എന്ന് ഓർത്തുള്ള വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെ വിജയ് ബാബു സാർ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും എൻ്റെ ഫോണിലൊക്കെ ഫോട്ടോ ഒക്കെ സാറിൻ്റെ ആണെന്നുള്ളത് രീതിയിൽ പറയണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ അതെല്ലാം കണ്ട് മതിപ്പേട്ടെ, ചിലപ്പോൾ എനിക്കൊരു ഡയറക്ടറിൻ്റെ സ്ഥാനം തന്നാലും എനിക്ക് അതിനോടൊക്കെ വലിയ ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറയുന്നു കേട്ടോ. ഇതെല്ലാം തന്നെ കേട്ട് വരുന്ന വിജയ് ബാബു, തൻ്റെ ആഗ്രഹമൊക്കെ ഞാൻ നടത്തി തരാം എന്ന രീതിയിലൊക്കെ. പിന്നെ എവിടെ മൂന്നാമത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ശിവനന്ദ, അവൾ എവിടെയെന്ന് പറയുന്നു. എം ജി കെ ഗീഡയുടെ ബ്രെയിനാണല്ലോ അവൾ, എവിടെ അവൾ ചോദിക്കുന്നുണ്ട്. അവൾ അങ്കിത് മേനോനെ കാണാനായിട്ട് പോയിരിക്കുകയാണ്, ബിസിനസ് പാർട്ട്ണർ ആവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. അങ്കിത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോഴത്തേനും തൻ്റെ സുഹൃത്തിൻ്റെ മകനാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അങ്കിത്, ഞാൻ വിചാരിച്ച ആളാണ് അങ്കിതെങ്കിൽ ഞാൻ അയാളൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുന്നു. അങ്കിത് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. താൻ എവിടെ തൻ്റെ ശിവനന്ദ എന്ന് ചോദിക്കുന്നുണ്ട്. സാറിന് എങ്ങനെ മനസ്സിലായി? ഞാൻ ഈ ഝാൻസി വില്ലയിലാണ്, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പെട്ടെന്ന് അവളെ വിളിച്ചുകൊണ്ട് വാടോ എന്ന് പറയുന്നു. അത് പിന്നെ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ആ സമയം തന്നെ അങ്കിത് ഇപ്പോൾ വരും. ആ സമയം കൊണ്ട് അബിക്ക് ഡയറക്ടർ ആവണമെന്നല്ലേ പറഞ്ഞത്, പെട്ടെന്ന് തന്നെ ഇവരുടെ ഒരു ലവ് സ്റ്റോറി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് കാണിച്ചതായെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് അങ്ങനെ ലവ് ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടൊന്നുമില്ല, ഇവൾ എൻ്റെ കൂടെ ഇങ്ങ് ഇറങ്ങി വന്നതാണ്. അതേ സർ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരുന്നു പെട്ടെന്ന് രാഹുലിനോട് ഒരു ഇഷ്ടം തോന്നി രാഹുലിൻ്റെ കൂടെ അങ്ങ് പോകുന്നതാണെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അവരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും അഭിയാണെങ്കിലോ ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ രാഹുൽ അഞ്ജുവിനെ പ്രപ്പോസ് ചെയ്യാനടക്കം കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കാണുന്ന വിജയ് ബാബുവിന് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അങ്കിത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം, നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ആ സമയത്ത് അങ്കിത് വരുന്നുണ്ട്. എവിടെ നിൻ്റെ പാർട്ട്ണർ ശിവനന്ദ? പാർട്ട്ണറോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അത് പിന്നെ ശിവയാണെങ്കിലോ എൻ്റെ തറവാട്ടിലേക്ക് പോയിരിക്കുകയാണ്, അച്ഛൻ അവളെ ഒന്ന് കാണുന്നത്, ബിസിനസ് പാർട്ട്ണർ ആവാൻ പോവല്ലേ, അത് രണ്ടുപേരും ഒരുമിച്ച് പോകുന്നല്ലടാ നല്ലതെന്ന് പറയുന്നു. അല്ല, അവൾക്ക് കുറച്ച് ഡീറ്റെയിൽസും അല്ലെങ്കിൽ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ശിവ ഒറ്റയ്ക്ക് എന്ന രീതിയിലൊക്കെ വർഷ പറയുന്നുണ്ട്. അത് പ്രശ്നമൊന്നുമല്ല, അവൾ പോയിട്ട് വരട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ ഇത് രാഹുൽ എന്ന് പറഞ്ഞ് രാഹുലിനെ പരിചയപ്പെടുത്തുന്നു. പരസ്പരം കേട്ടറിഞ്ഞിട്ടുള്ള ആളുകളാണ്, കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വിവേക് തന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് രാഹുലിനോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അതായത് നിങ്ങളുടെ മീഡിയയിൽ നല്ലൊരു പോസ്റ്റ് രാഹുലിനും കൊടുക്കണമെന്ന് പറയുന്നു. രാഹുൽ ചിന്തിക്കുന്നത്, അച്ഛനെ തകർത്താൻ മീഡിയയിൽ ഒരു ജോലി എനിക്ക് വേണ്ട, പക്ഷേ ഇപ്പോൾ ഇവരുടെ ഇത് പറയാൻ സാധിക്കില്ലല്ലോ, എന്തായാലും പോട്ടെ. അതിനുശേഷം തന്നെ നമുക്ക് കേക്ക് മുറിക്കാം. ശിവ എന്തായാലും ഇപ്പോൾ വരില്ലല്ലോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബിക്ക് കേക്ക് കൊടുക്കാൻ നോക്കുമ്പോഴത്തേനും വിജയ് ബാബു എന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹാപ്പി മൂഡ്, അവിടെ നല്ല സന്തോഷം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഇനി ഞാൻ സ്റ്റുഡിയോയിലെത്തണം, ഞാൻ പോട്ടെ എന്ന് പറയുന്നു. അബി വക്കീൽ എന്തായാലും കാര്യമായിട്ട് ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സാറിന് ഡയറക്ടറൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു, നോക്കട്ടെ, നല്ല ബുദ്ധിയുള്ള ആൾക്കാർ എന്നെ കിട്ടുമോ എന്നുള്ളത്, അല്ലെങ്കിൽ അബിയെ തന്നെ വിളിക്കാവുന്ന രീതിയിൽ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും
വർഷ എല്ലാവരും പോയതിന് ശേഷം വർഷ ചിന്തിക്കുന്നുണ്ട്, വിവേകിൻ്റെ മെസ്സേജും കാര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ, അവൻ എവിടെ പോയി, എനിക്ക് എന്തൊരു സങ്കടം പോലെ ഉണ്ടെന്ന രീതിയിൽ മനസ്സിൽ ഒരു വിഷമമൊക്കെ ഉണ്ട്.